ഇത് ഇന്ത്യയിലെ IT മേഖലയെ എങ്ങനെ ബാധിക്കും? ഷോർട്ട് ടൈം ഒരു സെറ്റ് ബാക്ക് ആണ് ഇത്. US വിസയുടെ പ്രോബ്ലം പല കമ്പനികളും വലിയ കമ്പനികൾക്ക് ഒരുപക്ഷെ ലോക്കൽ റിക്രൂട്ട്മെന്റ് ദർ ബില്ലിംഗ് റേറ്റ്സ് ആർ വെരി ഹൈ. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഒക്കെ ചിലപ്പം മിറ്റിഗേറ്റിംഗ് പ്ലാൻസ് ഉണ്ടായിരിക്കും. എന്നാൽ മീഡിയം സ്മോൾ എന്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം US-ഉമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ അവിടെ പോസ്റ്റ് ചെയ്ത് H1B വിസ എടുത്ത് ഷോർട്ട് ടൈം പ്രോജക്റ്റുകളും ലോങ് ടൈം പ്രോജക്റ്റുകളും ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും പെട്ടെന്ന്. അപ്പം മറ്റ് മാർക്കറ്റ് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ ഇതിൻ്റെ ഓരോ മിറ്റിഗേറ്റിംഗ് പ്ലാനുകളാണ്. ഒരു പെട്ടെന്നൊരു ഈ ചില സെക്ടറുകളിലൊക്കെ ചില റിലീവിങ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു സോഫ്റ്റ്വെയർ മേഖല, പ്രത്യേകിച്ച് സർവീസ് മേഖലകളിൽ ഓൺ സൈറ്റ് സപ്പോർട്ട് കൊടുക്കുന്നിടത്ത് ഇതിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ മറ്റു മാർക്കറ്റുകൾ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണോ? ചില ഏരിയ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസിലൊക്കെ പല മാർക്കറ്റുകളും എമർജിങ് മാർക്കറ്റുകളുണ്ട്. ചില മാർക്കറ്റുകളിലൊക്കെ കിട്ടും, പക്ഷെ അത്ര വലിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ലോക്കൽ മാർക്കറ്റും എമർജിങ് മാർക്കറ്റുകളും ഒരുപാടുണ്ട്. അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. ഇന്ത്യ തന്നെ ഏറ്റവും വലിയ, ഇപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ കാര്യം എടുത്താൽ ഇന്ത്യയിലെ IT ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി ഹ്യൂജ്. ഒരുപാട് പുതിയ ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ AI സെക്ടറിൽ തന്നെ നമ്മുടെ കൺസംഷൻ ഈസ് വെരി ഹൈ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ ഈ പെട്ടെന്നൊരു ഷിഫ്റ്റ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ കമ്പനികളും അവരുടെ പ്രോസസ്സ്, അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ടെക്നോളജി സ്ട്രാറ്റജി ഇതൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന അത്ര പെട്ടെന്ന് സാധിക്കില്ല. അതുകൊണ്ടൊരു ഷോർട്ട് ടൈമിൽ ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ഇതൊരു പ്രത്യേകിച്ച് ഈ ഇപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 ക്ലയൻസ് US-ലുള്ള ഒരുപാട് കമ്പനികളെ എനിക്കറിയാം. 10, 100, 150 പേരൊക്കെ ഉള്ള അവർക്കൊക്കെ ഇതൊരു വലിയ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ള 1-2 കാര്യം, ഇപ്പൊ അവിടെ ഓൾറെഡി ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. അതൊക്കെ ഒരു ചെറിയ ഒരു അഡ്ഹോക്ക് ഇതാണ്. പക്ഷെ ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഇത് മാറ്റിയില്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു സെറ്റ് ബാക്ക് ഉണ്ടാവുകയും